സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ സർക്കാർ കൈക്കൊണ്ട ധീരമായ തീരുമാനം. ചാരായ നിരോധനത്തിന് UDFന്റെ വിശേഷണം ഇതാണ്. ആ ചരിത്ര തീരുമാനത്തിന് 30 വർഷം തികയുകയാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ 1996 ഏപ്രിൽ 1 സംസ്ഥാനത്ത് ചാരായ നിരോധനം നടപ്പിലാക്കിയത്. തീരുമാനത്തെ പ്രതിപക്ഷം ശക്തമായി എതിർത്തെങ്കിലും ആന്റണി സർക്കാർ ഉറച്ചുനിന്നു. LDF അധികാരത്തിൽ വന്നാൽ ചാരായ നിരോധനം പിൻവലിക്കുമെന്ന് തറപ്പിച്ച് പറഞ്ഞെങ്കിലും പിന്നീട് വന്ന ഒരു ഇടത് സർക്കാരിനും അത് സാധിച്ചിട്ടില്ല. അന്നെടുക്കാൻ കാരണം കേരളത്തിലെ തീരപ്രദേശത്ത് മുഴുവൻ, അതുപോലെ സംസ്ഥാനത്തിൻ്റെ മിക്കവാറും പ്രദേശത്ത് ചാരായം കഴിച്ച് വൈകുന്നേരം മടങ്ങി വരുന്ന, രാവിലെ വീട്ടുകാരോടെല്ലാം സന്തോഷമായി ചിരിച്ചും കളിച്ചും പോകുന്ന ഭർത്താവോ സഹോദരനോ മക്കളോ ചാരായം കുടിച്ച് മടങ്ങി വരുമ്പോൾ അത് വേറെ ആളായിട്ട് വരും. വീട്ടിലെന്നും അടിയും ബഹളവും പെണ്ണുങ്ങളുടെ കൂട്ടക്കരച്ചിലുമാണ്. അത് കോസ്റ്റൽ ഏരിയയിലുള്ള കാര്യങ്ങൾ കൂടെ അറിയാവുന്ന എന്നെ സംബന്ധിച്ചോളം ആ കൂട്ടക്കരച്ചിൽ ഒരുപാട് സ്ത്രീകൾ എന്നോട് വന്ന് പറയുന്നുണ്ട്. അതിനടുത്തിലാണ് ചാരായം നിരോധിച്ചത്. അതിനുശേഷം വന്ന ഇലക്ഷനിൽ ഇടതുപക്ഷം മുന്നോട്ട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് അവർ അധികാരത്തിൽ വന്നാൽ ചാരായ നിരോധനം എടുത്തുകളയും എന്നാണ്. ഞാൻ പോയി ബഹുമാനൻ നായനാർ മുഖ്യമന്ത്രിയായി, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി, 10 വർഷം പൂർത്തിയാകുമ്പോൾ അവരാരും ചാരായ നിരോധനം എടുത്തു കളഞ്ഞിട്ടില്ല. അതിനർത്ഥം അന്ന് എൻ്റെ മന്ത്രിസഭയുടെ തീരുമാനം ശരിയാണെന്ന് ഇടതുപക്ഷക്കാർ പോലും അംഗീകരിക്കുന്നുണ്ട്. പിന്നത്തെ 5 വർഷം ഭരിച്ച നായനാർ ഗവൺമെൻറ്റാണല്ലോ, ആദ്യത്വത്തിൽ അവരുടേതായിരുന്നല്ലോ. പക്ഷെ അന്നിടത്തെ തീരുമാനം തെറ്റാണ്. ചാരായ നിരോധനം പിൻവലിക്ക് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 3 മുഖ്യമന്ത്രിമാരുണ്ടായി. 20 വർഷം ഭരിച്ചു. 20 വർഷം അവരുടെ ഭരണമാണ്. നായനാരുടെ ഭരണം, അച്യുതാനന്ദൻ്റെ ഭരണം, പിണറായിയുടെ ഭരണം. അവർ ചാരായം എടുത്തു കളഞ്ഞിട്ടില്ലല്ലോ. അതിനർത്ഥം അന്നത്തെ ഗവൺമെൻറ് തീരുമാനം ശരിയാണെന്നുള്ളതാണ്.